വെൽക്കം ടു അമിയാസ് കിച്ചൻ. എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ഈ വലുപ്പത്തിലുള്ള 2 ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാനിപ്പോൾ ഇവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എരിവ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത അതിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കൊത്തുമുളകും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു എഗ്ഗാണ്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചും കഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഉരുളൻകിഴങ്ങിൽ ഈ എഗ്ഗും ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. അപ്പോൾ ഞാനിത് എല്ലാം ഈ ഉരുളൻകിഴങ്ങിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലോറാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തുകഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടിയും കോൺഫ്ലോർ ചേർത്ത് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ കൂടി കോൺഫ്ലോർ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് ആക്കി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതൊന്ന് റോൾ ചെയ്ത് നോക്കുക. കയ്യിൽ ഒട്ടി പിടിക്കണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പൊടി ഇട്ട് കൊടുക്കണ്ട. നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത് ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഉരുളൻകിഴങ്ങിൻ്റെയും എഗ്ഗിൻ്റെയും വലിപ്പം അനുസരിച്ച് ചിലപ്പോൾ കോൺഫ്ലോർ ചെയ്യേണ്ട അളവിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ രീതിയിൽ ബോൾസ് പോലെ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഞാനെല്ലാം ബോൾസ് പോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടുകഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് ഓയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കൈകൊണ്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. എന്നാലേ നമുക്ക് നല്ല ബോൾ ഷേപ്പിലേക്ക് കിട്ടുള്ളൂ. ഇത് ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഈ ഒരു കളർ ആവാൻ മതി, അധികം ഡാർക്ക് ബ്രൗൺ കളർ ആവണ്ട. ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങും മുട്ടയും ചേർത്തുള്ള നമ്മുടെ സ്നാക്സ് എല്ലാം ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു സോസും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു അല്പം കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സോസും കൂട്ടി ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ സോസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ്. പറ്റണമെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്